നമസ്കാരം. അപ്പോൾ ഇന്നത്തെ യാത്ര പട്ടായയിലേക്കാണ്, തായ്ലൻഡിലെ പട്ടായയിലേക്കാണ്. അവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു റെസിഡൻസിൻ്റെ മുമ്പ് ഇതേപോലെ ചെറിയൊരു അക്വേറിയത്തിൻ്റെ ഫിഷിനൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് നേരെ ടൈഗർ പാർക്കിലേക്ക് പോകണം. ടൈഗർ പാർക്കിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ വണ്ടി കണ്ടു. അതിൻ്റെ ടൈഗർ പാർക്കിലേക്ക് പോകുന്ന വണ്ടി ഉണ്ടോ. അപ്പോൾ ഞാൻ കൈ കാട്ടി. അപ്പോൾ വണ്ടിയിൽ ഞാൻ കയറി നേരെ പോകുന്നത് ടൈഗർ പാർക്കിലേക്കാണ്. കുറേ നാളത്തെ മെയിൻ പട്ടായയിലേക്ക് വന്നു കഴിഞ്ഞാൽ, തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ ഈ ടൈഗർ പാർക്കിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായത്. പിന്നെ ടൈഗർ പാർക്കിലേക്ക് എത്തുന്ന സമയത്ത് പുറത്തുനിന്ന് തന്നെ കാണുന്ന കാഴ്ചകളാണിത്. അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ അവിടെ കയറി അടുത്ത ഓരോരോ വിഭാഗത്തിൽ കടുവകളുണ്ട് അവിടെ. പിന്നെ ചെറുതും വലുതായിട്ട്, എന്തായാലും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരും അതിലുണ്ട്. അപ്പോൾ അവരെ കൂടെ ഒന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് ഇണങ്ങിയ കടുവകളുണ്ട് അവിടെ. ഇപ്പോൾ കൂട്ടിലൊക്കെ വലിയ സൈസിലുള്ള കടുവകളുണ്ട്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാനിത് ഫോട്ടോ എടുത്ത സമയത്ത് പോലും അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അവർ തരുന്നൊരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. കാരണം വെച്ചാൽ കടുവരെ നേരെ ഫ്ലാഷ് ലൈറ്റ് അടിക്കാനോ അതേപോലെ തന്നെ അതിനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. അപ്പോൾ അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താലും ഒരു കുഴപ്പമില്ല. പിന്നെ വേറെ ഇതിൽ പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉള്ളിൽ. പിന്നെ ഒരു എന്താ പറയുക, ഒരു നാച്ചുറലായിട്ടുള്ള എല്ലാ ഫീലിങ്സും അതിൽ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതേപോലെ തന്നെ പലതരത്തിലുള്ള കടുവകൾ ഞാൻ അവിടെ കണ്ടു. ചെറുതും വലുതായിട്ട്, കുട്ടികൾ എല്ലാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ സമയം ഞാൻ അതിൻ്റെ അകത്ത് തന്നെ കറങ്ങി. അവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കടുവകളുടെ കൂടെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ റൈഡ് മീൻസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ സൂ പോലെയാണത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ട് കടുവകൾ ലൈവായിട്ട് നടന്നിട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ വണ്ടിയിൽ പോവുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലക്ഷ്യം നേരെ ഞാൻ ഈവനിങ് പട്ടായയിലേക്ക് വാക്കിംഗ് സ്ട്രീറ്റ്. അവിടെ ഞാൻ വാക്കിംഗ് സ്ട്രീറ്റ് പോയി. അപ്പോൾ തായ്ലൻഡ് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വാക്കിംഗ് സ്ട്രീറ്റ്. അവിടെ DJ സോങ്സ്, അതേപോലെ തന്നെ ഒരുപാട് മെയിൻ തായ്ലൻഡിൻ്റെ ഒരു ഇത് മുഖച്ഛായ എന്ന് പറഞ്ഞാൽ പട്ടായ സെറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.